ഹൈക്കോടതിയിൽ സന്ദീപ് വാര്യർ നിരത്തിയ തെളിവുകൾ അത് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടി കാര്യങ്ങൾ വളരെ വളരെ എളുപ്പമാകുന്ന ഘട്ടത്തിലേക്കാണ് ഈ കേസ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുന്ന ആ സമയം വരെ എന്തൊക്കെ ബഹളമായിരുന്നു, കോലാഹലങ്ങളായിരുന്നു, ചർച്ചയായിരുന്നു, തലക്കെട്ടുകളായിരുന്നു, വാർത്തകളായിരുന്നു, സ്റ്റോറികളായിരുന്നു. ഇപ്പോ അത് എവിടെ എത്തി നിൽക്കുന്നു? കാരണം എന്താ? കാരണം ഈ പരാതി ഇത്രയും നാൾ പരാതിയായിരുന്നു എന്ന് വരെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തുന്നത് വരെ അത് പരാതിയും ആരോപണങ്ങളും മാത്രമായിരുന്നു. എന്നാൽ കോടതിയിലേക്ക് എത്തിയതോടുകൂടി ഈ പരാതി, ആ പരാതിയുടെ നിലനിൽപ്പ് എന്താണ്, ആ പരാതിയുടെ നിയമസാധുത എന്താണ്, അതിന്റെ നിയമ പിൻബലം എന്താണ്, ഈ കേസ് എവിടേക്ക് പോകും അതിന്റെ യാത്ര, അതിന്റെ ഗതിയെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യറിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു. സന്ദീപ് വാര്യറിന് എന്തിനാ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത്? സന്ദീപ് വാര്യർ ഈ പറയുന്ന യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യറിനെതിരെ കേസെടുത്തത്. സന്ദീപ് വാര്യർ ഉടൻ കോടതിയെ സമീപിച്ചു. സന്ദീപ് വാര്യർ തനിക്ക് പറയാനുള്ളതും തന്റെ കയ്യിലുള്ളതും തനിക്കറിയാവുന്ന കാര്യങ്ങളും ഒക്കെ കോടതിക്ക് മുന്നിൽ വെച്ചു. ഇവിടെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യറിനെതിരെ ഈ യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് എടുത്തത് തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ കേസിന്റെ. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മേ ബി രാഹുൽ മാങ്കൂട്ടം സന്ദീപ് വാര്യരോട് പറയാണ്, നിങ്ങൾ സാക്ഷിയാവണം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വന്നിട്ട് കോടതിയിൽ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ, അല്ലെങ്കിൽ ഈ കേസിൽ ഇൻവോൾവ് ആകാൻ സന്ദീപ് വാര്യർ തയ്യാറാകുമായിരുന്നില്ല, അല്ലേ? അതിനുള്ള ചാൻസ് 50-50 ആണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കാര്യം ഈ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് പുറത്താക്കിയത് കൊണ്ടും, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകൻ പോലും അല്ലാത്തത് കൊണ്ടും, അംഗമല്ലാത്തത് കൊണ്ടും, അങ്ങനെ ഒരു ആവശ്യം രാഹുൽ മാങ്കൂട്ടം ഉന്നയിച്ചാൽ ഒരുപക്ഷെ ഈ കേസിൽ ഇൻവോൾവ് ആകാൻ സന്ദീപ് വാര്യർ ഒരുപക്ഷെ തയ്യാറാവുമായിരുന്നില്ല. അവിടെയാണ് രാഹുലിന്റെ ആവശ്യമില്ലാതെ തന്നെ ഈ കേസിൽ സന്ദീപ് വാര്യർ വന്ന് ചാടുന്നത് എന്ന് പറഞ്ഞാൽ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുത്തവര് ചെയ്ത ഒരു വലിയ അബദ്ധമാണ്. കാരണം യുവതി പറയുന്ന പരാതിയിൽ പറയുന്നതും യുവതി നൽകിയ മൊഴിയിൽ പറയുന്നതുമായ പല കാര്യങ്ങളെയും ഖണ്ഡിക്കുന്നതിനുള്ള തെളിവും സാക്ഷിയുമാണ് സന്ദീപ് വാര്യർ എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെ വരുമ്പോ രാഹുൽ പറഞ്ഞാൽ മേ ബി ഈ കേസിൽ ഇൻവോൾവ് ആകാൻ സന്നദ്ധനാവുമായിരുന്നില്ല ആര്? സന്ദീപ് വാര്യർ. അവിടെയാണ് സന്ദീപ് വാര്യരെ പൊക്കിക്കൊണ്ടുവന്ന് ഒരു സാക്ഷി എന്ന രീതിയിൽ സന്ദീപ് വാര്യർ മാറി മറിയുകയാണ് ഈ കേസിന്റെ. അവിടെ സന്ദീപ് വാര്യർക്ക് ഈ പറയുന്ന പരാതിക്കാരിയുമായി അറിയാവുന്ന ചില കാര്യങ്ങൾ, ഈ പറയുന്ന പരാതിയിലും മൊഴിയിലും പറയുന്ന കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സന്ദീപ് വാര്യർക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനാ, അതല്ലാതെ രാഹുലിന്റെ നിരപരാധിത്വം തെളിയിക്കാനല്ല. അങ്ങനെ സന്ദീപ് വാര്യർ അത് പറയുമ്പോ അത് രാഹുലിനുള്ള വലിയ ഒരു അഡ്വാൻറ്റേജായി മാറുകയാണ് ഈ കേസിൽ. എന്താണെങ്കിലും ഇതേപോലെ തന്നെയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് 10-16 ദിവസത്തോളം കസ്റ്റഡിയിലും റിമാൻഡിലും ജയിലിലും ഒക്കെ നിർത്തിയത്, അല്ലെ? ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ പൊക്കിയത്. രാഹുൽ ഈശ്വറിനെ പൊക്കിയ അതേ കേസ് വെച്ചിട്ട് തന്നെയാണ് സന്ദീപ് വാര്യരെയും പൂട്ടാൻ നോക്കിയത്. പക്ഷേ സന്ദീപ് വാര്യർ ഉടനടി കോടതിയിലേക്ക് ചെന്നു. കോടതി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യവും നൽകി. അവിടെ ജാമ്യം നൽകി എന്നതുകൊണ്ട് ഇപ്പൊ ഇനി അറസ്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ നീങ്ങാൻ പറ്റില്ല. പക്ഷെ സന്ദീപ് വാര്യർ ഈ ഒരു കേസിന്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളതാണ്. ആ ഭാഗമായി മാറി എന്ന് പറയുമ്പോൾ തന്നെ സന്ദീപ് വാര്യർ പറയുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങള്, ആ പറഞ്ഞ കാര്യങ്ങൾ സന്ദീപ് വാര്യർക്ക് ഇനി മാറ്റി പറയാൻ കഴിയുമോ? അത് കഴിയില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യർ ഈ കേസിന്റെ വിധിയെ നിർണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാവുന്ന ഒരാളായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ സന്ദീപ് വാര്യർ താൻ
തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ തന്റെ മേൽ ചാർത്തിയിരിക്കുന്ന പലതും അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങള്, ആ വാദങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിന് സഹായകരമാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം സന്ദീപ് വാര്യർ ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പാണ് സന്ദീപ് വാര്യർ ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന കേസിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. അങ്ങനെ വരുമ്പോ പല വാദങ്ങളും, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇതിനെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തതുമാണ്. അപ്പോ പല കാര്യങ്ങളും പരാതിയിൽ പറഞ്ഞതും മൊഴിയിൽ പറഞ്ഞതുമായ പല കാര്യങ്ങളും അങ്ങനെയല്ല, അതിന്റെ സാക്ഷിയാണ് താനെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ വരുമ്പോ ഈ കേസ് ഇനി എങ്ങോട്ടെന്ന് ചോദിച്ചാൽ, ഈ പറയുന്നത് പോലെ പലയിടത്തും പറയുന്നത് പോലെ ഒരു ഘട്ടത്തില് ബന്ധങ്ങൾ സ്ഥാപിക്കുക, എന്നിട്ട് ആ ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് നിർത്തുമ്പോൾ, ആ ബന്ധങ്ങൾ തല്ലി പിരിയുമ്പോൾ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക് ആ ബന്ധങ്ങളെ കൊണ്ടുപോവുക. അതുവരെ നടന്നതൊക്കെ പിന്നീട് അങ്ങോട്ട് ബലാത്സംഗമായും പീഡനമായും പല ഘട്ടങ്ങളിലേക്ക് അതിനെ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് കോടതിയുടെ പരിഗണനാ വിഷയമായി മാറുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ കേസിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും ആദ്യ കേസിൽ ഇവിടെ ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റിലേക്ക് വന്നു. അത് ജനുവരി 7 വരെ, ഇനി എന്ന് പറഞ്ഞാൽ ഇനി വെക്കേഷൻ, ഈ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് കോടതി ആരംഭിച്ച് ജനുവരി 7 വീണ്ടും കേസ് പരിഗണിക്കുകയുള്ളൂ. അതുവരെ നോട്ട് ടു അറസ്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിലോ, ആ രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തു. അതും ഈ പറയുന്ന ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് അതിൽ അപ്പീൽ പോയിട്ടുണ്ട് സർക്കാർ. ഏത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ സർക്കാർ ജാമ്യത്തിന് പോലും അപ്പീൽ പോകുന്നുണ്ട്. പക്ഷേ മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, ആ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ യാതൊരുവിധ നീക്കുപോക്കുകളുമില്ല. MLA മുകേഷിനെതിരെ ആരോപണം വന്നു, മുകേഷിന് മുൻകൂർ ജാമ്യം നൽകി. ഒരു സർക്കാരും എവിടെയും ആരും അപ്പീലിന് പോകുന്നത് നമ്മൾ കണ്ടില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇങ്ങനെയാണ് ഒരു കേസ്, ഒരേ രീതിയിലുള്ള സമാന സ്വഭാവത്തിലുള്ള കേസിനെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ മുന്നിൽ അവിടെ വളരെ സെലക്റ്റീവാണ്. ആരാണ് കുറ്റാരോപിതൻ അല്ലെങ്കിൽ ആരോപണം ആർക്കെതിരെയാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ പറയുന്ന സർക്കാരിന്റെ ഇടപെടലുകൾ, ഇരട്ടച്ചങ്കന്റെ ഇടപെടലുകൾ. എന്നാണെങ്കിലും സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം കോടതി നൽകി. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് സന്ദീപിനെ തൂക്കാൻ നടന്നവർക്ക് വലിയ തിരിച്ചടിയായി. ആ തിരിച്ചടി വലിയ അനുകൂല ഘടകമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. രാഹുലിനാണെങ്കിൽ ഇപ്പോ അത് വലിയ ഒരു ആശ്വാസത്തിന്റെ കൂടി വാക്കുകളാണ്. കാരണം സന്ദീപ് വാര്യർക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് രാഹുലിന് എങ്ങനെ ആശ്വാസമാകുമെന്ന് ചോദിച്ചാൽ, രാഹുൽ പറയുന്ന വാദങ്ങൾക്കുള്ള സാക്ഷിയായി സന്ദീപ് വാര്യർ കോടതിയിൽ മാറുകയാണ്, അല്ലെ? അങ്ങനെ വരുമ്പോ ഈ സന്ദീപ് വാര്യർക്കെതിരെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യരെ പൂട്ടാൻ ഇറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് സ്വയം കുഴിച്ച കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. രാഹുലിനെ പൂട്ടാനാണ് ഈ കേസ് ഉണ്ടാക്കിയെടുത്തതെങ്കിലും ഇപ്പോ ആ കേസിൽ രാഹുലിന് അനുകൂലമാകുന്ന സാക്ഷിയായി മാറുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കേസാണല്ലോ വലിയ പ്രശ്നം. ഇപ്പൊ കോടതി ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ? കോടതി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. അതുവരെ ആരെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. കോടതിയിൽ ഇപ്പോ ഈ പറയുന്ന വാർത്തകളുടെ, ചാനലുകാരുടെ, മാധ്യമങ്ങളുടെ ഒക്കെ തലക്കെട്ടുകൾ കോടതിയുടെ പരിഗണന വിഷയമല്ല. അവരുടെ വാർത്തകളും സ്റ്റോറികളും കോടതിയുടെ പരിഗണന വിഷയമല്ല. കോടതി അവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത്, റിയാലിറ്റിയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് കോടതി നോക്കുന്നത്. അങ്ങനെ വരുമ്പോ കോടതി അത് പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന ബന്ധങ്ങളും ഈ ബന്ധം തുടർന്നതും ഒക്കെ പല രീതിയിൽ ചർച്ചാ വിഷയമാകും എന്നുള്ളത് തന്നെയാണ് അതിന്റെ മർമ്മപ്രധാനമായ പോയിന്റ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കഴിഞ്ഞ ദിവസം പോലും ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യം ഏത്? ആദ്യത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം, ഈ ആദ്യത്തെ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടാണ് സന്ദീപ് വാര്യർ ഉള്ളത്. ആ കേസില് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞതുപോലും ഇത് ഒരിക്കലും ബലാത്സംഗവും പീഡനവുമല്ല,
താൻ ആരെയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ. ആ വാദങ്ങൾക്ക് ഈ പറയുന്ന ബലാത്സംഗം എന്ന് പറയുന്ന പരാതിക്കും ഒക്കെ ഇടയിലുള്ള ഒരു സാക്ഷിയായി സന്ദീപ് വാര്യർ ഈ കേസിനെ വലിയ രീതിയിൽ പ്രതിഫലിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിലും ആരോപണങ്ങളിലും കോടതിയുടെ സ്റ്റാൻഡ് എങ്ങോട്ട് പോകും എന്നുള്ള വിഷയത്തിൽ രാഹുലിന് ഹാജരാക്കാൻ കഴിയുന്ന തെളിവുകളിൽ രാഹുൽ ഹാജരാക്കാതെ സ്വയമേ വന്ന് ഒരു തെളിവായി സാക്ഷിയായി മാറുകയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. അപ്പോ സന്ദീപ് വാര്യർക്ക് അനുവദിച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യവും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഈ കേസിലേക്ക് സന്ദീപ് വാര്യരെ വലിച്ചു കൊണ്ടുവന്നത് തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചെയ്ത ഒരു വലിയ അബദ്ധമായി മാറുകയാണ്. അപ്പൊ കോടതിയുടെ മുന്നിൽ വാർത്തകൾക്കോ തലക്കെട്ടുകൾക്കോ എല്ലാ പ്രാധാന്യം. കോടതി നോക്കുന്നത് നിയമം എന്ന് പറയുന്നു, നിയമത്തിന്റെ പിൻബലം എങ്ങനെയാണ്, നിയമത്തിൽ ഇത് പീഡനമാകുമോ, ഇതിനെ ബലാത്സംഗമായി കാണാൻ പറ്റുമോ എന്നുള്ളതാണ് കോടതി നോക്കുന്നത്. അങ്ങനെ വരുമ്പോ കാര്യങ്ങൾ രാഹുലിന് കുറച്ചുകൂടി എളുപ്പമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട.